ടു ബ്ലൂംസ്ബറി കിച്ചൻ. ഇന്ന് ഞാനൊരു നാടൻ സ്റ്റൈൽ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ഇതെൻ്റെ മമ്മ കമുറാൻറ്റീൻ്റെ അടുത്ത് അടിച്ച് മാറ്റിയെടുത്ത റെസിപ്പിയാണ്. ഒരു കിഡിലൻ ഐറ്റമാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ നിങ്ങളിതിനെ വിടൂല. ഈ ചെടീൻ്റെ തണ്ടാണ് നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ വയനാട്ടിൽ അതിനെ താള് എന്ന് പറയും, ചില നാട്ടിൽ ചേമ്പിലാന്നോ മടന്തയിലാന്നോ ഒക്കെ പറയാം. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം കൊളക്കേഷ്യ എന്നാണ്. ഈ തണ്ടിൻ്റെ നേർങ്ങനുള്ള തൊലി ഇതുപോലെ കളയണം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക. ഇത് നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ എ എല്ലാം ഇതിലുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ല പ്രതിരോധ ശക്തിക്കും താള് നല്ലതാണ്. നമ്മൾ എത്രത്തോളം താള് ഇവിടെ എടുത്തോ അതിൻ്റെ നേർ പകുതി നമുക്ക് കപ്പയും ആവശ്യമുണ്ട്. കപ്പയും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഒരു കുക്കറിലേക്ക് മുറിച്ച് വെച്ച കപ്പയും താളും ചേർക്കുക. അതിനുശേഷം നല്ല കാന്താരി മുളക് ചതച്ചതും ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊരു 4 വിസിലിന് വേവിച്ചെടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചേമ്പ് അല്ലെങ്കിൽ താളിന്ന് നന്നായി വെള്ളം ഇറങ്ങും. കപ്പയും താളും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറവിടണം. അതിന് വെളിച്ചെണ്ണയിൽ നന്നായി കടുക് പൊട്ടിക്കുക. വെളുത്തുള്ളി ചതച്ചത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ചേർക്കുക. പിന്നെ കരിവേപ്പില ചേർക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം പുളി വെള്ളം നന്നായി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കപ്പയും താളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ താളുകറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയ ഒരു ഈസി റെസിപ്പിയാണ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ബൈ, താങ്ക് യു.